ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇന്ന് ഞങ്ങളുടെ ആനിവേഴ്സറി ആയിട്ട് ഞങ്ങളിന്ന് പോയിരിക്കുന്നത് കഴക്കൂട്ടത്തുള്ള മന്തി കിങ്ങിലോട്ടാണ്. ഈ ഒരു ഹോട്ടൽ സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ച് ദിവസമേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇത് ആക്ച്വലി ഞാൻ നേരത്തെ എടുത്തിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ആനിവേഴ്സറി എന്തായാലും ഇവിടെ തന്നെ ഒരു ഡിന്നറിന് പോകാമെന്ന് വിചാരിച്ചു. ഈ പോകുന്നത് പോലെ തന്നെയാണ് നമ്മൾ തിരിച്ച് ഇറങ്ങി വരുന്നത്. അത് ഞാൻ വഴിയെ പറയാം എന്താണെന്നുള്ളത്. സോ മന്തി കിങ്ങിലോട്ടാണ് നമ്മൾ പോയത്. ആംബിയൻസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ബ്യൂട്ടിഫുള്ളി ആയിരുന്നു. അത് നന്നായിട്ടുണ്ടായിരുന്നു. ഒരു മുസ്ലിം ആയിട്ടുള്ള ഒരു എല്ലാ അവരുടെ ഓരോരോ തിങ്സ് ആയിരുന്നാലും നമുക്ക് ആ ഒരു ടച്ച് തോന്നിക്കുന്ന രീതിയിലാണ് അവരെല്ലാം ചെയ്തിരിക്കുന്നത്. നല്ല നീറ്റ്നെസ്സും നല്ല ഒരു ആംബിയൻസും അവരുടെ ഇൻറ്റീരിയേഴ്സും ഒക്കെ നന്നായിരുന്നു. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അവരുടെ സർവീസ് ആയിരുന്നാലും പോലും നന്നായിരുന്നു. റിസപ്ഷനിൽ നിൽക്കുന്ന ആൾക്കാരായിരുന്നാൽ പോലും എൻക്വയറി സെക്ഷൻ നമുക്ക് ചെയ്യാനൊക്കെ നല്ല ഒരു ആംബിയൻസ് തന്നെയായിരുന്നു. ഇൻഡോർ പ്ലാന്റ്സ് ഒരുപാടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും എനിക്ക് നന്നായിട്ടൊന്ന് ഇഷ്ടപ്പെട്ടു. വെയിറ്റിംഗ് ഏരിയ ഒക്കെ ഉണ്ടായിരുന്നു. ഗസ്റ്റിനൊക്കെ ഇരിക്കാനുള്ള ഒരു ഏരിയ ഒക്കെ ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ല തിരക്കും ഉണ്ടായിരുന്നു. നമ്മൾ പോയപ്പോൾ ആക്ച്വലി ഒന്ന് ലേറ്റ് ആയിപ്പോയി. ഒരു 9 o'clock കഴിഞ്ഞിട്ടാണ് പോയത്. ഇതൊക്കെ കണ്ടില്ലേ, കാണുമ്പോൾ തന്നെ നമുക്കൊരു മുസ്ലിം വീട്ടിൻ്റെ അകത്തോട്ട് ഒന്ന് കയറിയതുപോലത്തെ ഒരു ഫീലില്ലേ. പിന്നെ ഹാവ് എ സിപ്പ് എന്ന് പറഞ്ഞിട്ട് അവിടെ കുറച്ച് ടീ ജഗ്ഗും ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിലൊന്നും ഇല്ലായിരുന്നു. എനിക്ക് തോന്നുന്നു അല്ലാതെ നമ്മൾ വൈകിട്ട് സമയത്ത് വന്നു കഴിഞ്ഞാൽ അവിടെ നമുക്ക് എന്തെങ്കിലും ട്രൈ ചെയ്യാമായിരിക്കും. ഇൻഡോർ പ്ലാന്റ്സ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല ഒരു ലൈറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളും ഒക്കെ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇൻറ്റീരിയേഴ്സ് എനിക്ക് നന്നായിട്ട് തന്നെ ഇഷ്ടപ്പെടുകയും ചെയ്തു. പക്ഷേ നമ്മൾ പോയിട്ട് തിരിച്ചിറങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പോയ ആ സമയത്ത് ആ മെനു ഒക്കെ ഏകദേശം അവസാനിച്ചു, ഇല്ലായിരുന്നു. പിന്നെ നമ്മളൊരു നെക്സ്റ്റ് വീക്കൊക്കെ ആയപ്പോഴത്തേക്കും എഗെയിൻ നമ്മൾ ആ ഒരു സെയിം സ്ഥലത്തോട്ട് തന്നെയാണ് പോയത്. ഇപ്രാവശ്യം ഇങ്ങനെ താഴെ ഇരിക്കുന്ന ഒരു ഇതിൽ എന്ത് പറയുമെന്ന് എനിക്കറിയില്ല. ഈ ഒരു രീതിയാണ് നമ്മൾ പ്രിഫർ ചെയ്തത്. ഇങ്ങനെ താഴെ ഇരുന്ന് കഴിക്കാം. ഒരു ചെറിയ റൂമായിട്ടൊക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നു. വലിയ ഫാമിലീസിന് ഇരിക്കാനും ഉണ്ടായിരുന്നു, ചെറിയ ഫാമിലീസിന് ഇരിക്കാനും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾക്ക് ഇത് മതി. അപ്പോൾ ഈ ഒരു പില്ലോ പോലത്തെ ഒരു സിറ്റിങ്ങും ഉണ്ടായിരുന്നു. അതെന്തിനാണെന്ന് എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നു ഹാൻഡ് റെസ്റ്റ് ആണോ എന്തെന്ന് എനിക്കറിയില്ല. അപ്പോൾ അങ്ങനെ അവർ നല്ല നീറ്റായിട്ട് എല്ലാം പ്ലേറ്റ്സും ഇതൊക്കെ വന്നു. അത് കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു മട്ടൻ മന്തിയും ചിക്കൻ മന്തിയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ അതൊക്കെ വന്ന് നമ്മളത് കഴിച്ച് എൻജോയ് ചെയ്തു. നല്ല ഫുഡായിരുന്നു. പിന്നെ നെക്സ്റ്റ് വീക്ക് വന്നിട്ട് കാർത്തിക ദീപമായിരുന്നു. അപ്പോൾ അന്ന് ഞാൻ ക്ലീനിങ് ഉണ്ടല്ലോ, അപ്പോൾ ക്ലീനിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. ഇത് 2-3 ദിവസത്തെ വീഡിയോസാണ് ഞാൻ ഒരുമിച്ചിട്ടിരിക്കുന്നത്. സോ അതൊക്കെ ക്ലീനിങ് ഒക്കെ ചെയ്തതിന് ശേഷം കാർത്തിക വിളക്ക് ഒക്കെ വെച്ചു. പറ്റും പോലെ എവിടെയൊക്കെ വിളക്ക് വയ്ക്കാൻ പറ്റും എല്ലായിടത്തും വിളക്കൊക്കെ വെച്ച്. അതൊരു സത്യം പറഞ്ഞാൽ നല്ലൊരു ഐശ്വര്യമാണ് അത്, എല്ലാവരുടെ വീട്ടിൽ വിളക്ക് കത്തിക്കുന്നത് കാണാനായിട്ട്. പിന്നെ നെക്സ്റ്റ് വീക്ക് ആയപ്പോഴത്തേക്ക് ഇതൊരു ചെറിയൊരു പ്രാക്ടീസ് സെഷനാണ്. എനിക്ക് ആക്ച്വലി ഇതൊക്കെ ചെയ്യാൻ ഭയങ്കര മടിയാണ്, എക്സസൈസൊക്കെ. പിന്നെ ഇതുപോലെ ഒരു ആക്ടിവിറ്റി ചെയ്യാൻ പിന്നെയും കുറച്ച് കുറവ് ഇല്ല, അങ്ങനെ ഇഷ്ടമാണ് എനിക്ക്. സോ അതുകൊണ്ട് അപ്പോൾ ഇത് എന്തെങ്കിലും നമ്മളുടെ ഒരു ഹാപ്പി ഹോർമോൺസും നമ്മളുടെ എന്താ പറയുക, നേരത്തെ നമ്മൾ പഠിച്ച ആ ഒരു ടച്ച് വിടാതെങ്കിലും ഇരിക്കുമല്ലോ. അപ്പോൾ എനിക്കിഷ്ടമാണ്. ഈ കുട്ടികളൊക്കെ പ്രൊഫഷണൽ ഡാൻസേഴ്സാണ്. പക്ഷേ അവരുടെ കൂടെ ഒപ്പം കളിക്കാനൊന്നും എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല. ബട്ട് ചില കാര്യങ്ങളൊക്കെ അവർ ഒന്ന് സിമ്പിളാക്കി തരുന്നത് കൊണ്ട് എനിക്ക് ഒന്ന് പറ്റും. അങ്ങനെ ഞാൻ ചെറിയൊരു പ്രാക്ടീസ് സെക്ഷൻ ആയിരുന്നു. നമ്മൾ കുറേയൊക്കെ പ്രാക്ടീസ് ചെയ്തു. ഇടയ്ക്കിടയ്ക്ക് ഞാനായിരിക്കും തെറ്റിച്ചുകൊണ്ടിരിക്കുന്നത്. സോ അങ്ങനെ വെറുതെ ഒരു പ്രാക്ടീസ് സെക്ഷൻ വൈകിട്ട് നേരം ചെറുതായിട്ടൊന്ന് എപ്പോഴെങ്കിലും അവരും ഫ്രീ ആയിരിക്കുന്ന സമയത്ത് നമ്മളൊരു ചെറിയൊരു പ്രാക്ടീസ് സെക്ഷൻ വെക്കും. എനിക്കും ഇഷ്ടമാണ്. ആ സമയത്ത് നമുക്ക് വേർക്കും, നല്ലൊരു എക്സസൈസും കൂടെ ആണല്ലോ. സോ ഇതാണ് എൻ്റെ ഒരു ചെറിയ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. മറ്റൊരു നല്ല വീഡിയോയിൽ കാണും വരയ്ക്കും. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.